എല്ലാവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയുടെ 4th ചാപ്റ്ററായിട്ട് വരുന്ന കെമിക്കൽ കൈനറ്റിക്സ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് influencing rate of a reaction. Clear അല്ലേ? rate of a reaction. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന കാര്യമാണ്. റിയാക്റ്റൻ്റ്. ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ് അല്ലേ? അടുത്ത തേർഡ് കാര്യം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. ഒരു കാറ്റലിസ്റ്റും ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു റിയാക്ഷൻറ്റിൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഉണ്ട്, അതുപോലെ അടുത്തതായിട്ട് ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ കാറ്റലിസ്റ്റ് ഉണ്ട്. കാറ്റലിസ്റ്റിൻ്റെയൊക്കെ ഫങ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഒരു റിയാക്ഷൻറ്റിൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ പഠിക്കുന്നത് റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. എക്സാമിനൊക്കെ തുടർച്ചയായിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ഒരു സെക്ഷനാണ്. നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ചോദിച്ച് കണ്ടുവരുന്ന ഒരു സെക്ഷനാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അതിൽ നിന്ന് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ, ഒരു റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്, റേറ്റ് എക്സ്പ്രഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഞാനൊരു ഐഡൻറ്റിക്കൽ ഒരു എലമെൻ്റൽ റിയാക്ഷൻ, എലമെൻ്റൽ അല്ല ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. എ ഈ സ്മോൾ എ എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്, പ്ലസ് ബി സ്മോൾ ബി എന്ന് പറയുന്നത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. ഇനി ഗീവ്സ് സി പ്ലസ് ഡി. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്ന് പറയുന്നത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ABCD, സ്മോൾ ABCD എന്ന് പറയുന്നത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം ഇനിയാണ് നമുക്ക് അടുത്തതായിട്ടൊരു റിലേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിന് പ്രൊപ്പോർഷനിലായിരിക്കും. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എക്ക് എക്സ് എന്ന ഒരു പവർ കൊടുക്കുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ബിക്ക് വൈ എന്ന ഒരു പവർ കൊടുക്കുന്നു. ഞാൻ പറയുന്നു എക്സ് കോമ വൈ ആർ മേ ഓർ മേ നോട്ട് ബി same as the stoichiometric coefficient. അപ്പോൾ ഞാൻ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ എന്ന് കൊടുത്തു. എക്സും വൈയും ഒന്നുകിൽ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആവാം, വിച്ച് മീൻസ് ഒന്നുകിൽ സ്മോൾ എയോ സ്മോൾ ബിയോ ആവാം. മേ ബി എന്നാണ്. ചില റിയാക്ഷനിലാവും, ചില റിയാക്ഷനിലാവില്ല. അതുകൊണ്ടിട്ടാണ് എക്സ് കോമ വൈ ആർ മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദി സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. നമുക്കിനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഇൻഡു ചെയ്യണം. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. അപ്പോൾ നമുക്ക് കിട്ടിയ കെയ്ക്ക് നമുക്ക് പറയാം കെ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോഡിഫൈഡ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മുൻപ് പഠിച്ചത് കൂട്ടി ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് dr/dt എന്നല്ലേ, മൈനസ് dr/dt ഈക്വൽ ടു K into concentration of A into A raised to X,
കോൺസെൻട്രേഷൻ ഓഫ് B raised to Y. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇപ്പോൾ ഞാൻ എഴുതിയ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് റേറ്റ് ലോ എന്ന ഒരു കാര്യമാണ്. എന്താണ് റേറ്റ് ലോ? നിങ്ങൾ ശരിക്കും റേറ്റ് ലോ ആണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. റേറ്റ് ലോ അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്, അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് അതിൻ്റെ റിലേറ്റ് ചെയ്യുന്നു എന്തിനെ വെച്ചിട്ട്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് റിയാക്ട് ചെയ്ത് വെക്കുന്ന എക്സ്പ്രഷന് സിമ്പിളായിട്ട് പറയുന്ന പേരാണ് റേറ്റ് ലോ. ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് ഈ ഒരു അവസാനം എഴുതിയേക്കുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ റേറ്റ് ലോ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഔൺ സെൻറ്റൻസ് ആണ്. റേറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി റേറ്റ് ലോ ഈസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് the reaction rate is expressed in terms of molar concentration of reactant. Each term is, അതായത് A beam, each term is raised to some power. X and Y അല്ലേ ഇവിടെ? Each term is raised to some power which may or may not be same as the stoichiometric coefficient of a reacting species in a balanced chemical equation. നിങ്ങൾക്ക് എന്താണെന്ന് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ അറൗണ്ട് സെൻറ്റൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു റിലേഷന് പറയുന്ന പേരാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. എന്താണ് റേറ്റ് ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. റേറ്റ് ലോയ്ക്ക് ഡെഫിനിഷൻ ഉണ്ട്, അതും എഴുതി കൊടുക്കണം. ഒന്നുകൂടെ പറയാം, മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ഒന്നുകൂടെ പറയാം. റേറ്റ് ലോ ഈസ് ദി എക്സ്പ്രഷൻ, അതൊരു എക്സ്പ്രഷനാണ്. ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച്, നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോണം, റിയാക്ഷൻ റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഈച്ച് ടേം ഈസ് റൈസ്ഡ് ടു സം പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി, ഒന്നുകിൽ ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം, വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദി സ്റ്റോയിchiometric coefficient ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് കോൾഡ് റേറ്റ് ലോ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം. റേറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് ഈച്ച് ടൈം ഈസ് റൈസ്ഡ് ടു സം പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദി stoichiometric coefficient of a reacting species in a balanced chemical equation is called rate law. അപ്പോൾ നമുക്ക് റേറ്റ് ലോൻ്റെ എക്സ്പ്രഷൻ കൂടി ഒന്ന് എഴുതിയേക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. റേറ്റ് ലോ ഈസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് reaction rate is expression in which reaction rate is, it is the expression in which reaction rate is expressed in terms of molar concentration of reactant and each term is raised to some power which may or may not be same as the stoichiometric coefficient of reacting species in a balanced chemical equation.